പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം. 186-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം. ഞാനിപ്പോൾ വിശ്വാസത്തിലാണ് എന്ന് സാക്ഷി പറയുന്നവർ കേൾക്കേണ്ടതായ ചില വചനങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. പരിശുദ്ധനായ പത്രോസ് പറയുന്നു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ എൻ്റെ പക്കൽ ഉണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 68-ാമത്തെ തിരുവചനം. നിത്യജീവന്റെ വചനങ്ങൾ നമ്മുടെ ഗുരുവും നാഥനുമായ കർത്താവ് തൻ്റെ വലിയ ശിഷ്യ സമൂഹത്തെ പഠിപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 52 മുതൽ 65 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ കർത്താവ് നിത്യജീവനെ കുറിച്ച് 4 വട്ടം സത്യം ചെയ്ത് കൽപ്പിച്ച വചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഈ നിത്യജീവന്റെ വചനങ്ങൾ വിശ്വസിക്കാൻ സാധിക്കാതെ കർത്താവിനെ ഉപേക്ഷിച്ചു പോയ ഒരു വലിയ സമൂഹം അന്ന് ഉണ്ടായിരുന്നു. ആമീൻ ആമീൻ, സത്യം സത്യം എന്ന് 4 വട്ടം ആണയിട്ടുകൊണ്ട് കർത്താവ് പഠിപ്പിച്ച വചനം വിശ്വസിക്കുവാൻ സാധിക്കാതെ അനേകരും യേശുവിനെ ഉപേക്ഷിച്ച് പിരിഞ്ഞുപോയി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ ശിഷ്യന്മാരോടായിട്ട് കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾക്കും പിരിഞ്ഞു പോകുവാൻ മനസ്സുണ്ടോ എന്ന്. ആ ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് പത്രോസ് പറയുന്നത്, കർത്താവെ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് എന്നാണ്. വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 47 രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് കൽപ്പിച്ച നിത്യജീവന്റെ വചനങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 52 മുതൽ 59 വരെയുള്ള വേദഭാഗങ്ങൾ ശ്രദ്ധയോടെ ഒന്ന് വായിക്കുക. എന്നാൽ ഈ വചനങ്ങൾ കേട്ടവർക്ക് അത് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അവർ യേശുവിനെ അവിശ്വസിച്ചു, പിരിഞ്ഞുപോയി, പിന്നെ അവനോടുകൂടെ നടന്നില്ല എന്ന് വിശുദ്ധ വേദവചനം സാക്ഷിക്കുന്നു. മോശയുടെ ന്യായപ്രമാണം രക്തം കുടിക്കരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. എൻ്റെ രക്തം കുടിക്കാതെ നിങ്ങൾക്ക് നിത്യജീവനില്ല എന്ന കർത്തൃവചനം മോശയുടെ ന്യായപ്രമാണ ലംഘനമായി യഹൂദന്മാർ ചിന്തിച്ചു. ഇത് ഉള്ളിൽ ഗ്രഹിച്ച കർത്താവ്, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കാണും എന്ന് വിശദീകരിച്ചു. എന്നിട്ടും അനേകരും വിശ്വസിച്ചില്ല. ഇന്ന് ഈ അവിശ്വാസികളുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പെന്തക്കോസ്ത്, ചർച്ച് ഓഫ് ഗോഡ് തുടങ്ങിയ സമൂഹങ്ങൾ ഈ ഗണത്തിൽ ഉൾപ്പെട്ടവരാണെന്ന് ഉറപ്പിച്ച് പറയുവാൻ ഒരു മടിയും എനിക്കില്ല. ഈ ശരീരം ഏതാകുന്നു? മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 26-ന്റെ 29, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 14-ന്റെ 24, ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ന്റെ 19, 1 കൊരിന്ത്യർ 11-ന്റെ 23 മുതൽ 20 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങൾ പഠിക്കുക. യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവും ഏതാകുന്നു, എന്താകുന്നു എന്ന് ഈ ഭാഗങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നു. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു, ഇത് എൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞു. ശരീരത്തിൻ്റെ ഓർമ്മയെന്നല്ല പറഞ്ഞത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക.
അതേപോലെ പാനപാത്രവും എടുത്ത് വാഴ്ത്തി കൊടുത്തുകൊണ്ട് ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമ രക്തം എന്ന് കൽപ്പിച്ചു. അതുകൊണ്ട് സഭാവിശുദ്ധ കുർബാന കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ എന്ന് ഉറച്ച് വിശ്വസിക്കുക. ഈ കൽപ്പനയിൽ വിശ്വസിക്കാത്തവർ അവിശ്വാസികളാണ്. അവർ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടുപോയ വേർപാടുകാരാകുന്നു. കർത്താവിൻ്റെ ശരീരവും രക്തവും അപ്പവീഞ്ഞുകളിലൂടെ സ്വീകരിക്കുമ്പോൾ പാപമോചനവും നിത്യജീവനും നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. അതാണ് ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് ഈ വചനം ശ്രദ്ധയോടെ പഠിക്കുകയും സത്യവിശ്വാസം വിട്ട് ഇതര അവിശ്വാസ സമൂഹത്തിലേക്ക്, കർത്തൃവചനം അവിശ്വസിക്കുന്ന സമൂഹത്തിലേക്ക് കടന്നുപോയി ഈ അവിശ്വാസ ജീവിതം വിശ്വാസികളുടെ ജീവിതമായി തെറ്റിദ്ധരിക്കുകയും ചെയ്തിരിക്കുന്ന ഏവരും സത്യസഭയിലേക്ക് മടങ്ങി വരുവാൻ ആവശ്യമാകുന്നു. നിത്യജീവൻ്റെ വചനത്തിൽ നിലനിൽക്കുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ശ്രദ്ധിച്ച ഏവർക്കും നന്ദി. തണ്ണിക്കോട്ടച്ചൻ.